Hi guys, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കിടക്കാച്ചി മട്ടൻ ബോട്ടി ഗ്രേവിയുമായിട്ടാണ്. നമ്മുടെ ആട്ടിൻകുടൽ ഗ്രേവി. ഇത് നമ്മുടെ തനി നാടൻ സ്റ്റൈൽ, നമ്മുടെ പാലക്കാടൻ സ്റ്റൈലിൽ എങ്ങനെ വെക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മട്ടൻ്റെ ബോട്ടി തന്നെയാണ്. അപ്പോൾ ഞാനതോടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കടയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഇത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇച്ചിരി വൃത്തിയാക്കിയിട്ടൊക്കെ ആയിരിക്കും തരിക കേട്ടോ. മുൻപ് കാലത്തൊക്കെയാണ് ഇതങ്ങ് വൃത്തിയാക്കാതെ നമ്മുടെ ഉമ്മമാരൊക്കെ ഇറുക്കിലിട്ടിങ്ങനെ ഞാൻ വൃത്തിയാക്കണം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നൊന്നും അതിൻ്റെ ആവശ്യമില്ല. നമുക്കിത് കടയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് തന്നെ അവരതങ്ങ് വൃത്തിയാക്കിയിട്ടായിരിക്കും തരിക. പക്ഷെ നമ്മൾ ബാക്കി വീട്ടിൽ കൊണ്ടുവന്നാൽ ചെയ്യേണ്ട പരിപാടിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതൊന്നും ഈ വീഡിയോയിൽ പെട്ടിട്ടില്ല, അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ പറയാം. ആദ്യം അല്പം വെള്ളം എടുക്കാം. വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പോട്ടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഉലുവാപ്പൊടി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പൊടിക്കകത്ത് ഭയങ്കരമായിട്ട് വൃത്തിയായിട്ടൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സ്മെല്ലൊന്ന് ഇച്ചിരി മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടി ചേർത്തിട്ട് വേണം നമുക്കിതങ്ങ് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഇതുപോലെ അരിച്ചു മാറ്റി വയ്ക്കാം. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്, നമ്മുടെ വലിയ ഉള്ളി. അത് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ശരിക്കും സവാളയുടെ പകരം നമ്മൾ ഇതിനകത്തേക്ക് കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്, നമ്മുടെ ചെറിയ ഉള്ളി. അതൊരു 2 പിടിയോളം ചേർക്കണം. അപ്പോൾ ഞാനിവിടെ സവാള എടുത്തിരിക്കുന്നത് 2 സവാളയാണ്. തക്കാളി അതുപോലെ തന്നെ 2 എണ്ണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ ഒരു 5 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് നമുക്ക് വേണം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് പൊടി ഐറ്റംസാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മൾ ഈ ഒരു കുടൽ വൃത്തിയാക്കുന്ന സമയത്ത് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലായിരുന്നു ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുന്ന വീഡിയോ കൂടിയിട്ട്. അപ്പോൾ അതും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഞാൻ പറയാം എന്തെല്ലാമാണ് ഇതിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഞാൻ പറയാം. അതുപോലെ തന്നെ നമുക്കിതിവിടെ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം കേട്ടോ, എന്തെല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാമാണ് എന്നുള്ളത്. ആദ്യം നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 1.5 ടീസ്പൂണോളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കുരുമുളക് പൊടി 2 ടീസ്പൂണ്, മല്ലിപ്പൊടി 3 ടീസ്പൂണ്, ഗരം മസാല ഒരു 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുള്ളൊരു കൂട്ടാണ് ഈ ബൗളിൽ കാണുന്നത്. അപ്പോൾ ഇത്രയും നേരം മതി. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അതിന് മീതെ ഒരു കുക്കർ വെച്ച് കൊടുക്കാം. കുക്കർ നല്ലവണ്ണം ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയും കൂടി നല്ലവണ്ണം അങ്ങ് ചൂടാവട്ടെ. ചൂടായതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സവാളയോ അല്ലെങ്കിൽ ചെറിയുള്ളിയോ, ചെറുള്ളി ചേർക്കണം, 2 പിടിയോളം ചേർക്കണം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ചെറിയുള്ളി തൊലിക്കാനായിട്ട് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം ചെറുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സ്റ്റേജിൽ. അപ്പോൾ ഇതും കൂടി ഇട്ട് നല്ലവണ്ണം അങ്ങ് വഴറ്റി കൊടുക്കുക. വഴറ്റുന്ന കൂട്ടത്തിലേക്ക് നമുക്ക് അല്പം ഇതിനകത്തേക്ക് ഉപ്പ് കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സവാള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചു വെച്ച പേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നല്ലവണ്ണം അങ്ങ് വഴറ്റി കൊടുക്കാം. നല്ലവണ്ണം അങ്ങ് വഴന്ന് വരണം. അതിൻ്റെ ആ ഒരു പച്ചക്കുത്തു മണമൊക്കെ മാറണം. അപ്പോൾ അത് മാറി കിട്ടുന്ന വരെയും നല്ലവണ്ണം അങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം ഈ ഒരു കൂട്ട് നന്നായിട്ട് അങ്ങ് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ്. അപ്പോൾ തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം അങ്ങ് ഉടഞ്ഞ് വരണം കേട്ടോ തക്കാളി. അപ്പോൾ തക്കാളി നല്ലവണ്ണം അങ്ങ് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ ചേർക്കാൻ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന പൊടീസ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു പൊടി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നല്ലവണ്ണം അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് അങ്ങ് ഇളക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു തക്കാളിയും നമ്മുടെ സവാളയും കൂടി കറക്കുന്ന ഈ ഒരു കൂട്ടിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഈ ഒരു കൂട്ടിനകത്തേക്ക് നമ്മൾ ഈ ഒരു പൊടി കൂടി ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നല്ലവണ്ണം അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിവിടെ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു മട്ടൻ ബോട്ടി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അതങ്ങ് ചേർത്ത് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി ഇതിനകത്തേക്ക് ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള അല്പം വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതങ്ങ് അടച്ച് വെച്ച് അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇച്ചിരി വേവാനായിട്ട് നമുക്ക് സമയം കൊടുക്കാം. നല്ലവണ്ണം അങ്ങ് വെന്ത് വരട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ മട്ടൻ ബോട്ടി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ടുണ്ട്. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ ഈ ഒരു മട്ടൻ്റെ ഈ ഒരു ഗ്രേവി നമുക്ക് ഈ ഒരു ബോട്ടി ഗ്രേവി ഇനി നമുക്കൊരു തിക്കായിട്ടുള്ള ഗ്രേവി വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി അങ്ങ് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. അതല്ല നിങ്ങൾക്ക് ഫ്രൈ ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇതേ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് അല്പം ഇതുപോലെ വേവിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അല്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെന്തതിന് ശേഷം നമുക്കൊരു കടായി വെച്ചിട്ട് അതിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ഗ്രേവി അതിനകത്ത് ഇട്ട് വറ്റിച്ചെടുത്ത് നല്ല ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രീതിക്കും കിട്ടും. അപ്പോൾ സെയിം ഈ ഒരു നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഇത് തന്നെ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല ഗ്രേവി ആയിട്ടും അതുപോലെ നമുക്കിത് ഫ്രൈ ആയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഞാനിവിടെ നിന്ന് തയ്യാറാക്കി വെച്ച് നല്ലൊരു അടിപൊളി മട്ടൻ ബോട്ടി ഗ്രേവിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അത്രയും ടേസ്റ്റിയാണ്, സൂപ്പറാണ്. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.